Good morning. Today we can discuss models of corporate governance. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ഷുഡ് ബി അനലൈസ്ഡ് ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ. അതായത് പിന്നെ പറയാൻ പറ്റും ഇറ്റ് ഷുഡ് നോട്ടഡ് ദാറ്റ് ദ കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ് ഷുഡ് നോട്ട് ബി ദ റീസൺ ഫോർ പുവർ ഗവേണൻസ്. സോ ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ഹെഡ്സ്. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ എഫക്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഇതെല്ലാം അമേരിക്കൻ റൂൾ ബേസ്ഡ് മോഡൽ, ദെൻ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ കോമൺവെൽത്ത് പ്രിൻസിപ്പിൾസ്, ദെൻ കോണ്ടിനെൻ്റൽ യൂറോപ്യൻ ടു ടയർ മോഡൽ, ദെൻ ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ, ദെൻ ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ എഫക്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ പ്രശ്നം പറയുന്നത് ഡിഫറൻസസ് ഇൻ ഓണർഷിപ്പ് പാറ്റേൺ. അതായത് ചിലപ്പം ഓണർഷിപ്പ് എപ്പോഴും അങ്ങനെയാണല്ലോ, കമ്പനീൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ. അപ്പോൾ ഇറ്റ് ഹൈലി ഡിസ്പേഴ്സ്ഡ് വിത്ത് നോ ഡോമിനൻറ്റ് ഓണർ, അതായത് കോൺസെൻട്രേറ്റഡ് വിത്ത് സിംഗിൾ ഓർ ബ്ലോക്ക് ഹോൾഡേഴ്സ് ഡോമിനൻറ്റ്. ഇങ്ങനെ രണ്ട് രീതിയിൽ വരാം. മനസ്സിലായല്ലോ. അപ്പം നോക്കുകയാണെങ്കിൽ ഈ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഫോർ കോർപ്പറേറ്റ് കൺട്രോൾ മാതിരി ഇൻ ഫിനാൻസ് മാർക്കറ്റ്സ് ദാറ്റ് ആർ ലാർജ് ലിക്വിഡ് ആൻഡ് വിത്ത് ഹൈ ടേൺ ഓവർ ലിസ്റ്റഡ് കമ്പനീസ് ഫേസ് ചാൻസസ് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്, consequential loss of board control, then widespread merger and acquisition activity, etc. In finance markets that are small, illiquid with low turnover, the market for corporate control will be weaker and the merger and acquisition activity infrequent. അപ്പോൾ ഈ മോഡൽസിൽ 5 ബ്രോഡ് സിസ്റ്റംസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ് അമേരിക്കൻ റൂൾ ബേസ്ഡ് മോഡൽ. അപ്പം ഈ 5 നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ അമേരിക്കൻ റൂൾ ബേസ്ഡ് മോഡലിൽ ഇവിടെ എന്താ ബേസിക്കലി ദ അമേരിക്കൻ മോഡൽ ഇസ് എ റൂൾ ബേസ്ഡ് മോഡൽ. ഇറ്റ് ഈസ് എ റൂൾ ബേസ്ഡ് മോഡൽ എന്ന് പറയാം. അതായത് റെഗുലേറ്റേഴ്സ് ഓൺലി കൺസേൺഡ് അബൌട്ട് ദ ലീഗാലിറ്റി. അതായത് അവർ നോക്കിക്കൊണ്ടിരുന്നത് എന്താ, ഇസ് ഇറ്റ് ലീഗൽ, ഇത് നിയമപരമായിട്ട് ശരിയാണോ, അക്കോർഡിംഗ് ടു ദ കമ്പനി ലോ, അതായത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണോ കമ്പനീസ് പോകുന്നത്, ഗവേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ അമേരിക്കൻ മോഡലിൽ നോക്കിയത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് മോഡൽ ഇസ് ഓൾസോ നോൺ ആസ് ആംഗ്ലോ സാക്സൺ യൂണിറ്ററി ബോർഡ് മോഡൽ. അതായത് യൂണിറ്ററി ബോർഡിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെജോറിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഔട്ട്സൈഡ് ഡയറക്ടേഴ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവുന്ന സമയത്ത് എല്ലാ ലീഗൽ നിയമവശങ്ങളും നോക്കിക്കൊണ്ടേ മുന്നോട്ട് പോകുള്ളൂ. അവർക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഒരാളുടെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്. അപ്പോൾ ദ ലിമിറ്റഡ് ഡോമിനേഷൻ ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡഡ് ഇൻ ദ ബോർഡ്. ദ ചെയർമാൻ എന്ന് പറയുന്നതും CEO ഓഫ് ദ കമ്പനി വിൽ ബി വൺ ആൻഡ് ദ സെയിം. Sarbanes-Oxley Act is the landmark of corporate governance history in the USA and it is basically based on company law. മനസ്സിലായല്ലോ. അപ്പം കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ്, അതായത് കമ്പനി ലോ അനുസരിച്ചിട്ട്, അതായത് കമ്പനീസ് ആക്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ അനുസരിച്ചിട്ടാണോ ഗവേൺ ചെയ്യുന്നത് നോക്കും. പിന്നെ നോക്കുന്നത് ഗവേണൻസ് റെഗുലേറ്റഡ് ബൈ ലോ ആൻഡ് മാൻഡേറ്ററി റൂൾസ് വിച്ച് ആർ ഇൻഹെറൻ്റ്ലി ഇൻഫ്ലെക്സിബിൾ, ദെൻ ഹൈ ലെവൽസ് ഓഫ് ലിറ്റിഗേഷൻ. അപ്പോൾ യൂണിറ്ററി ബോർഡ്സ് വിത്ത് എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. റോൾ ഓഫ് ബോർഡ് ചെയർമാൻ ആൻഡ് CEO ഓഫൺ കമ്പൈൻഡ് ആണ്, ഒരാളാണെന്ന് പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ മോഡൽ വരുന്നത് UK ആണ്, യുണൈറ്റഡ് കിങ്ഡം ഓർ കോമൺവെൽത്ത് മോഡൽ എന്ന് പറയും. അപ്പം ഇത് ശരിക്കും വരുന്നത് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അറ്റ് കൺട്രി ലെവലാണ്. അങ്ങനെയുള്ള കമ്പനീസ് ആണെങ്കിലാണ് ഈ മോഡൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ബേസ്ഡ് മോഡൽ. പ്രിൻസിപ്പിൾ ബേസ്ഡ് മോഡൽ, അതായത് അമേരിക്കൻ മോഡൽ പോലെ റൂൾ ബേസ്ഡ് അല്ല. ഇതെന്താണ്, പ്രിൻസിപ്പിൾ ബേസ്ഡ് മോഡലാണ്. ഹിയർ ദ റെഗുലേറ്റേഴ്സ് എൻക്വയർ ഓൺലി ഇസ് ഇറ്റ് റൈറ്റ് അക്കോർഡിംഗ് ടു ദ കോമൺ ലോ. അതായത് കോമൺ ലോ അനുസരിച്ചിട്ട് എന്താ കമ്പനി ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോമൺ ലോ. മനസ്സിലായല്ലോ. അപ്പം ഗവേണൻസ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ആയിരിക്കും ഇവിടെ. കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്സ്, അതായത് ഫോളോ ഓർ എക്സ്പ്ലെയിൻ, വൈ നോട്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ദ മോഡൽസ് ഓൾസോ എൻക്വയേഴ്സ് കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ.
So under this model, it is mandatory to follow the code of governance. But if not, the company did not follow the corporate governance mandate, the company should explain the reasons for not complying the code. അപ്പോൾ ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടാകും കോർപ്പറേറ്റ് ഗവേണൻസിന്, അതനുസരിച്ച് കൊണ്ട് ഭരിക്കുക എന്നുള്ളതാണ് കമ്പനി. അപ്പോൾ ഇപ്പോൾ ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരും എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. ഫർദർ ദർ ഇസ് ക്ലിയർ സെപ്പറേഷൻ ബിറ്റ്വീൻ ചെയർമാൻ ആൻഡ് CEO. അതായത് അമേരിക്കൻ മോഡലിൽ രണ്ടും ഒരാൾ തന്നെയാണ് വരിക, പക്ഷേ ഇവിടെ CEO എന്ന് പറയുന്നതും ചെയർമാൻ എന്ന് പറയുന്നതും രണ്ടാണ്. ദ സെൽഫ് റെഗുലേഷൻ ആൻഡ് കംപ്ലയൻസ് ഇസ് വോളണ്ടറി. മനസ്സിലായത്? അപ്പം ഇതൊരു യൂണിറ്ററി ബോർഡ് യൂണിറ്ററി ബോർഡ് വിത്ത് എക്സിക്യൂട്ടീവ്സ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് നേരത്തെ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ റോൾ ഓഫ് ബോർഡ് ചെയർമാൻ ആൻഡ് CEO സെപ്പറേറ്റഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ മോഡലാണ്. അതേതാ വരുന്നത്? കോണ്ടിനെൻ്റൽ യൂറോപ്യൻ 2 ടയർ മോഡൽ. അപ്പോൾ ഇതും ഇറ്റ് ഈസ് ബേസിക്കലി എന്താ പറയുക റൂൾ ബേസ്ഡ് മോഡൽ എന്ന് പറയാം. കമ്പനീസ് ഇത് ഏത് കമ്പനീസിനാണ് സ്യൂട്ടബിൾ ആവുന്നത്? കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അറ്റ് കൺട്രി ലെവൽ. അപ്പോൾ ഇവിടെയും കമ്പനി ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? റൂൾ ബേസ്ഡ് സിവിൽ ലോ, ലീഗലി ബൈൻഡിങ് റൂൾസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺ യൂറോപ്യൻ കൺട്രീസ് കമ്പനീസ് സച്ച് ആസ് ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ ആൻഡ് ബെൽജിയം. സോ ഇൻ 2 ടയർ സിസ്റ്റം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള 2 ടയർ സിസ്റ്റമാണ് ഉണ്ടാവും. അതായത് 2 ടൈപ്സ് ഓഫ് ബോർഡ് ഉണ്ടാവും. അതായത് മാനേജ്മെൻറ്റ് ബോർഡ് ആൻഡ് ദി സൂപ്പർവൈസറി ബോർഡ്. അപ്പം ഈ മാനേജ്മെൻറ്റ് ബോർഡ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ management board is dominated by top management. Supervisory board dominates the employees or workers. മനസ്സിലായി? അപ്പോൾ മാനേജ്മെൻറ്റ് ബോർഡ് എല്ലാം ടോപ്പ് മാനേജ്മെൻറ്റിനെയാണ് ഡോമിനേറ്റ് ചെയ്യുക. സൂപ്പർവൈസറി ബോർഡ് നോക്കുന്നത് എംപ്ലോയീസിൻ്റെയും വർക്കേഴ്സിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ബോർഡ് എൻഗേജസ് ഇൻ ജനറൽ ആൻഡ് റൂട്ടീൻ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. നേരെ മറിച്ച് സൂപ്പർവൈസറി ബോർഡ് കൺട്രോൾസ് ദ മേജർ ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ സൂപ്പർവൈസറി ബോർഡ് ആർ എലക്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ റിമൈനിങ് ഹാഫ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഓർ വർക്കേഴ്സ്. മനസ്സിലായല്ലോ? ഇപ്പോൾ സൂപ്പർവൈസറി ബോർഡിൽ ഓൾ നോൺ എക്സിക്യൂട്ടീവ് ആയിരിക്കും, മറ്റേ ബോർഡിൽ എന്തായിരിക്കും? ഓൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിരിക്കും. നോ കോമൺ മെമ്പർഷിപ്പ് ബിറ്റ്വീൻ ദ 2 ബോർഡ്സ്. Co-determination with employee and shareholder appointed directors on supervisory board. The next one is Japanese business network model. ഈ Japanese business network model, it is also known as KS2. അതായത് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പനീസ് ഇൻ ജപ്പാൻ ഇൻ്റർകണക്റ്റഡ് വിത്ത് ക്രോസ് ഹോൾഡിങ്സ് ആൻഡ് ഇൻ്റർ ഡയറക്ഷൻഷിപ്പ്. അതായത് ഈ KS2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പനീസ് കണക്റ്റഡ് ത്രൂ ക്രോസ് ഹോൾഡിങ്സ്, ഇൻ്റർലോക്കിംഗ് ഡയറക്ടർഷിപ്സ് ആൻഡ് എക്സ്റ്റെൻസീവ് ഇൻ്റർ ട്രേഡിംഗ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓൾ ദ മെമ്പർ കമ്പനീസ് ആർ independent entities and enjoy independent right in a KS2 model. Financial institutions plays a key role in the governance mechanism. Generally, the member conduct business among themselves. The large board plays a significant role in the network and consists of mostly executives. The chairman and senior directors meet regularly and have a close informal relationship with them. Japanese model, they follow a more stakeholder approach rather than shareholders approach. എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഡസ് നോട്ട് ഹാവ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ മോഡൽ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇത് ക്ലാസിക്കൽ മോഡൽ ഓഫ് ദിസ് റിഫ്ലെക്ട്സ് ദ സോഷ്യൽ കൊഹൻഷൻ വിത്തിൻ ജാപ്പാനീസ് സൊസൈറ്റി. അതായത് യൂണിറ്റി ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ, പിന്നെ ലൈഫ് ടൈം എംപ്ലോയ്മെൻറ്റ്, എൻ്റർപ്രൈസ് യൂണിയൻ, then personal policies encouraging commitment, decision making by consensus, എല്ലാവരും തീരുമാനിച്ചുകൊണ്ടാണ്. പ്രൊമോഷൻ ബേസ്ഡ് ഓൺ ലോയൽറ്റി ആൻഡ് സോഷ്യൽ കോമ്പാറ്റബിലിറ്റി ആസ് വെൽ ആസ് പെർഫോമൻസ്. സോ ദിസ് മോഡൽ ഇസ് കറൻ്റ്ലി അണ്ടർ പ്രഷർ ടു ചേഞ്ച് ബട്ട് സർവൈവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് മോഡൽ ഇസ് എന്താ പറയുക, കീ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മോഡൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് ഇൻ്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഗ്രൂപ്പിംഗ്, ഫിനാൻഷ്യൽ സെൻട്രാലിറ്റി, industrial interdependency, lifetime employment, cross-functional training, promotion based on loyalty and social compatibility.
And last one is Asian family based model. അതിൽ തന്നെ ഓവർസീസ് ചൈനീസ് വരുന്നുണ്ട്, ചാബോൾ ഗ്രൂപ്പ് ഇൻ കൊറിയ. ദീസ് ആർ ദ 2 types ഓഫ് മോഡൽസ് ഐഡൻറ്റിഫൈഡ് ഫ്രം ഏഷ്യൻ റീജിയൻ. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഓവർസീസ് ചൈനീസ് മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഓവർസീസ് ചൈനീസ് ഫേംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫാമിലി സെൻട്രിക് വിത്ത് ക്ലോസ് ഫാമിലി കൺട്രോൾ ആൻഡ് കൺട്രോൾ ത്രൂ ആൻ ഇക്വിറ്റി സ്റ്റേക്ക് കെപ്റ്റ് വിത്തിൻ ദ ഫാമിലി. അതേപോലെ ഓൺട്രപ്രീനറിയൽ ഓഫൺ വിത്ത് എ ഡോമിനൻറ്റ് ഓൺട്രപ്രീനറിയൽ, ഡിസിഷൻ മേക്കിംഗ് സെൻട്രലൈസ്ഡ് ആയിരിക്കും, ക്ലോസ് പേഴ്സണൽ ലിങ്ക് എംഫസൈസിങ് ട്രസ്റ്റ് ആൻഡ് കൺട്രോൾ, ദെൻ പെറ്റേർണലിസ്റ്റിക് ഇൻ മാനേജ്മെൻറ്റ് സ്റ്റൈൽ, then social fabric dependent on relationship and harmony. These are the features of overseas Chinese firm. By huge ഇവരെന്താ എങ്ങനെയുള്ള ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദേ ഫോളോ എ പെറ്റേർണലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് മാനേജിങ് ദെയർ ബിസിനസ് അഫെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഫാമിലീസ് ഓൺ ദ ഇക്വിറ്റി സ്റ്റേക്ക് ഇൻ ദ കമ്പനി, ഹെഡ് ഓഫ് ദ ഫാമിലി അവരാണ് ഹോൾഡ് ചെയ്യുന്നത്, ആൻഡ് ദ അതർ ഫാമിലി മെമ്പേഴ്സ് ടേക്ക് സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻസ്. ബോർഡ് പ്ലേ ഓൺലി എ സപ്പോർട്ടീവ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഫാമിലി ഹെഡ് തന്നെയാണ്. ഔട്ട്സൈഡ് ഷെയർ ഹോൾഡിംഗ് ഇസ് എ മൈനോറിറ്റി ആൻഡ് ഹാവ് എ ലിറ്റിൽ റോൾ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഈ ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡലിൽ വരുന്ന അനദർ മോഡൽ ഇസ് ഏതാണ്? ചാബോൾ മോഡൽ. ഈ ചാബോൾ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബിസിനസ് ഗ്രൂപ്പിംഗ് ഫൗണ്ട് ഇൻ സൗത്ത് കൊറിയ. അതായത് ഇൻ ദിസ് ഗ്രൂപ്പ് the power is vested with a family. It includes various industries and businesses, and they had a great influence in the government also. അപ്പോൾ ഇവിടെ ബോർഡ് ഇൻക്ലൂഡ്സ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ദേ ഹാവ് ലിമിറ്റഡ് റോൾ ഇൻ ദ അഫെയേഴ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് ദ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഓൾവേസ് എക്സീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെക്കാട്ടും കൂടുതൽ ബിസിനസ്സിൽ മാനേജ്മെൻറ്റിൽ ആരാണ്ടാവുക? ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് സുപ്രീം പവർ ലൈസ് വിത്ത് എ കീ പീപ്പിൾ ആൻഡ് ടേക്ക് ഓൾ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അപ്പോൾ ഈ എല്ലാ മോഡൽസ് ഒന്ന് നോക്കി വെക്കുക. താങ്ക് യു.